രൂപതമൊത്തം കൂടെയുണ്ട്, രൂപതമൊത്തം കൂടെയുണ്ട്, വിജയം വരെയും കൂടെയുണ്ട്, വിജയം വരെയും കൂടെയുണ്ട്. മാപ്പില്ല 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 മാപ്പില്ല. നമ്മുടെ അച്ഛന്മാരെല്ലാം കൂടെ ചിരിച്ചു പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടല്ലോ. വഖഫിന്റെ പേര് പറഞ്ഞ് പൗരന്മാരുടെ അവകാശം. പൗരന്മാരുടെ അവകാശം ആരൊക്കെയാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്നും ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം നടത്തിയിട്ടുള്ളതെന്നൊക്കെ അവസാനം ഞാൻ പറയാം. ഏതായിരുന്നാലും മുനമ്പത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. കുറേ ദിവസമായി ആളുകൾ എന്നോട് പറയുന്നുണ്ട്, ഉസ്താദ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറയണം. ഞാനവിടെ മൗനം പാലിക്കാനുള്ള കാരണം ഇത് നിലപാട് പറയേണ്ടത് കോടതിയാണ്, ഇവിടുത്തെ സർക്കാരാണ്. അതെന്താണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. ക്രൈസ്തവ മുസ്ലിം ധ്രുവീകരണം വ്യാപകമായി വഖഫിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലും ഇവിടുത്തെ ചില തൽപര കക്ഷിക്കാരായ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. കാരണം അത്തരം കാര്യങ്ങളിൽ നിന്നാണ് അവർക്ക് ഭരണം പിടിച്ചെടുക്കാനോ അധികാരത്തിലേക്ക് എത്താനോ കഴിയുള്ളൂ. ഒരിക്കലും നീതിയുക്തമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഈ കേരളത്തിൽ ഒരിക്കലും അധികാരം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല എന്ന് ചിലർക്കറിയാം. വ്യക്തമായ വർഗീയത ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സ്പ്ലിറ്റ് ചെയ്യിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന കുബുദ്ധി, അത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ വഖഫ് എടുത്തിട്ടേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, ശബരിമല പ്രക്ഷോഭകാലത്ത് എന്തുകൊണ്ട് ശബരിമല പ്രക്ഷോഭം വേണ്ട രൂപത്തിൽ വിജയിച്ചില്ല? ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ പോലും അതിന് നേതൃത്വം കൊടുത്തവർ പോലും തോറ്റുപോകാനുള്ള കാണുന്നുണ്ട്. ജനങ്ങൾ അത് കൃത്യമായി അഡ്രസ് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് വിജയിക്കാതെ പോയതിന്റെ പിന്നിലുള്ള വികാരം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മറ്റേ കക്ഷികളുണ്ടല്ലോ, ഏതാ പ്രത്യേക വിഭാഗക്കാർ, അവരല്ലായിരുന്നു നേരെ പ്രതിപക്ഷത്തുള്ളത് ശബരിമല പ്രക്ഷോഭത്തിൽ. അപ്പൊ ഇടതുപക്ഷമായിട്ടുള്ള വിഷയമായതുകൊണ്ടും അതിൽ തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിശ്വാസികൾ ഉള്ളതുകൊണ്ടും അതൊരു അനുനയത്തിലേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ ഈ വഖഫ് വിഷയത്തിൽ വിജയിക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വിജയിക്കാനുള്ള സാധ്യത കിടക്കുന്നത് ഓപ്പോസിറ്റ് മുസ്ലിമീങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് എണ്ണയൊഴിച്ചു കൊടുത്താൽ ഇത് വലിയൊരു തലത്തിൽ വിജയിക്കുമെന്ന് കാണുന്നതുകൊണ്ടാണ് ഇതിൽ പിടിച്ചു തൂങ്ങുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ മുനമ്പത്തുള്ള സ്നേഹിതന്മാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് സസ്നേഹം പറയാണ്, നിങ്ങൾ ആർക്കെതിരെയാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? ഈ ലോഹയിട്ട ആളുകൾ ഇവർ പറയുന്നുണ്ടല്ലോ, പൗരന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന വഖഫ് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർ നിങ്ങളെ കബളിപ്പിക്കല്ലേ? കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന, ഒരു മുസ്ലിം നേതാവ്, എന്തിനേറെ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞത്, ഒരാളെയും കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നടപടിക്കും ഞങ്ങൾ ആരും കൂട്ടുനിൽക്കത്തില്ലെന്നതാണ്. അവിടെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് പോലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കമുണ്ട്. ഞങ്ങൾ ആരും മുനമ്പത്തുള്ള നിഷ്കളങ്കരും നിരാലംബരുമായ ഒരു മനുഷ്യന്റെ ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ആരോടാണ് ഈ വിഷയം പറയേണ്ടത്? ഗവൺമെന്റിനോടും കോടതിയോടാണ് പറയുന്നത്. കാരണം അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2007 കാലഘട്ടത്തിലാണ് വഖഫ് ഭൂമിയെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ വേണ്ടി നിസാർ കമ്മീഷനെ ഏൽപ്പിക്കുന്നത്. നിസാർ കമ്മീഷൻ 2010 അത് പഠിച്ച് സമഗ്രമായ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തു. അതിൽ 20-ലധികം വരുന്ന ഭൂമികൾ അനധികൃതമായി വഖഫ് ഭൂമികൾ കയ്യേറിയിട്ടുണ്ടെന്ന്. ഇപ്പൊ മുനമ്പത്ത് തന്നെ അവിടെ താമസിക്കുന്ന മനുഷ്യർ വലിയ വില കൊടുത്താണ് ആ ഭൂമി മേടിച്ചിരിക്കുന്നത്. അവരിതൊന്നും അറിയില്ല, ഇതെങ്ങനെയാണ് ഇത്തരം ഒരു വിഷയം എന്നതുപോലെ അറിയില്ല. എന്നാൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ ലോണിന് പോലും അപേക്ഷിക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയി. ലോൺ പാസ്സാകുന്നില്ല. കാരണം അവരെ സ്വന്തം പ്രോപ്പർട്ടി അല്ലെന്ന് പറയാ, വസ്തുവിന് കരമടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിയമ തടസ്സം ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ നിയമ തടസ്സം ഉണ്ടാകുമ്പോൾ ഇതിനെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടതിനകത്ത് ഇടപെടേണ്ട സർക്കാരാണ്. അല്ലാതെ നോക്കൂ, വഖഫിന്റെ ആ പ്രോപ്പർട്ടി ഫാറൂഖ് കോളേജിന്റെ അല്ലേ? ഫാറൂഖ് കോളേജെങ്കിലും കോടതിയിൽ ഈ ഭൂമി വിട്ടുതരണം എന്നൊരു അഭിപ്രായം പറഞ്ഞു. അത് പൊതുമധ്യത്തിൽ പറഞ്ഞു അവരുടെ കമ്മിറ്റി, മുസ്ലിം സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ആരെങ്കിലും ഒരു പ്രക്ഷോഭത്തിനെങ്കിലും വന്നു. പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് ഈ സമരം നടത്തുന്നത്? നിങ്ങൾ എനിക്ക് പറയാൻ, നിങ്ങൾ സ്വയം വിഡ്ഢികളാകരുത്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഗവൺമെന്റാണ്. കുറെ ആളുകൾ പറയാണ്, നാളെ നമ്മുടെ ഭൂമി വന്നിട്ട് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഉടനെ മുസ്ലിമീങ്ങൾ കയ്യേറിപ്പോവും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അന്യന്റെ ഒരു ഭൂമിയും വേണ്ട. നിങ്ങളുടെ ഈ സമരവും പ്രക്ഷോഭവും അതിലെ സംസാരമൊക്കെ കേട്ടാൽ തോന്നും ഇവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം കൂടി കാലങ്ങളായിട്ട് ക്രൈസ്തവ സഹോദരങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഭൂമി ഇപ്പൊ തരണം, ഞങ്ങളുടെ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയെന്ന തരത്തിലാണ് തോന്നുക. ഞങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ വിഷയത്തിൽ സംവദിക്കേണ്ടത് കോടതിയോടാണ്. നിങ്ങളുടെ അവകാശങ്ങൾ വാങ്ങേണ്ടത് ഗവൺമെന്റ് കയ്യിൽ നിന്നും കോടതിയിൽ നിന്നുമാണ്. അല്ലാതെ നിങ്ങൾ ഇതും പറഞ്ഞ് മുസ്ലിമീങ്ങളെ തെറി പറയുന്നത് എന്ത് കാര്യമാണ്? ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ മതവിശ്വാസം, ഞങ്ങളുടെ ശരീരത്തിന്റെ നിയമം തന്നെ അനധികൃതമായി ഒരു സ്ഥലത്ത്, മറ്റൊരാളുടെ കയ്യിലുള്ള ഒരു സ്ഥലം അത് കയ്യേറി അവിടെ പള്ളി വെച്ചാലും ആരാധനാലയമാണ്, സ്കൂളാണെങ്കിലും എന്ത് നിർമ്മിച്ചാലും
അത് വൃതാവിലാണ്. യാതൊരുവിധ പ്രതിഫലം കിട്ടില്ലെന്ന് മാത്രമല്ല ആ ചെയ്യുന്ന പണിയൊക്കെ കുറ്റമാണ്. എന്തിനേറെ അപരന്റെ സ്വത്തിന് അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മൂല്യമുള്ളൊരു സാധനത്തിന് ഇസ്ലാം കൊടുക്കുന്ന വില എത്രയെന്നറിയോ? വേറൊരാളുടെ ഒരു മോതിരമോ മാലയോ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു ഞാൻ വിഴുങ്ങിയെന്ന് വിചാരിക്കുക, ഞാൻ മരണപ്പെട്ടു, എന്നെ കബറിലടക്കി. ഇസ്ലാമിന്റെ നിയമപ്രകാരം അതിന്റെ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടാൽ എന്റെ കബർ തുറന്ന് എന്റെ വയറ്റിൽ നിന്ന് അതെടുത്ത് കൊടുക്കണമെന്നാ നിയമം. പിന്നെ എങ്ങനെയാണ് അനധികൃതമായി മറ്റുള്ളവന്റെ വസ്തുക്കൾ അപഹരിച്ചും നോണ പറഞ്ഞുമൊക്കെ ഒരു മുസ്ലിമിന് എടുക്കാൻ കഴിയുക? ഇത്ര ശക്തമായ നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടെന്നിരിക്കെ ആർക്കാണ് കാലങ്ങളായിട്ട് ക്രൈസ്തവ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ വില കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടി കൈക്കലാക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ ഏത് മുസ്ലിമിനാണ്, ആർക്കാണ് തിടുക്കം? ഞങ്ങൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി, ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ സഭയുടെ ഭൂമി അനധികൃതമായിട്ട് മുസ്ലിമീങ്ങൾ കൈവശപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ മുൻകാലത്ത്? എന്നാൽ ഒരു പ്രക്ഷോഭം ഞാൻ കാണിച്ചുതരാം. ഇതെവിടെയാണ്, എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇടുക്കി പാഞ്ചാലിമേട്ടിൽ കുരിശ് സ്ഥാപിച്ചതിനെതിരെ നാമജപ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും സംഘടിപ്പിക്കേണ്ടി വന്നത് മുസ്ലിമീങ്ങൾ എവിടെങ്കിലും അനധികൃതമായ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും നേർച്ചപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു പച്ചക്കൊടി കുത്തിന്റെ പേരിലല്ല, അത് മറ്റു പലരും കാണിച്ച വൈകൃതങ്ങളുടെ പേരിലാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, മുസ്ലിമീങ്ങളതാണെന്ന് ഉറപ്പുള്ള ഭൂമിയിൽ അവിടെ പോലും ഉണ്ടായിരുന്ന ഒരു പള്ളി, വഖഫിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്ന പള്ളി തച്ചു തകർത്തിട്ട് അവിടെ മറ്റൊരു ആരാധനാലയം നിർമ്മിച്ചിട്ട് പോലും കോടതി അത് സമവായത്തിലെടുത്ത തീരുമാനത്തെ പോലെ അക്സെപ്റ്റ് ചെയ്തവരാണ് ഞങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രതീകാത്മകത കഥയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ചരിത്രങ്ങളും കഥകളും വെച്ച് യാതൊരുവിധ അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ലാഞ്ഞിട്ട് പോലും സംയമനം പാലിച്ചു പറയാൻ. എന്തുകൊണ്ട് നമുക്ക് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ വേണ്ടത് എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി സമാധാനത്തോടെ പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ആരുടെയും ഭൂമി തട്ടിയെടുത്തിട്ടൊന്നും ആർക്കും ഒന്നും നേടാനില്ല. അതിനൊന്നും ഇവിടെയുള്ള നിയമ വ്യവസ്ഥിതികൾ അതിന് സപ്പോർട്ട് ചെയ്യത്തുമില്ല. അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, സസ്നേഹം പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിച്ച ആ സമ്പത്ത് നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ്. അതിന് വേണ്ടത് നിയമ സംവിധാനങ്ങളോട് നിങ്ങൾ നേരിടുകയോ അവിടുത്തെ ഗവൺമെന്റുകളുടെ ആവശ്യത്തിൽ ഒരു അഭിപ്രായം തേടുകയോ വേണ്ടത്. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് പള്ളികളെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് സ്വയം ആശ്വാസം കൊള്ളാമെന്നും ആ പേരും പറഞ്ഞ് ഭരണത്തിൽ കയറാമെന്നുള്ളതല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ക്രിയാത്മകമായി ബുദ്ധിപൂർവ്വം വേണ്ട കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളിൽ മുദ്രാവാക്യം വിളിച്ചും വേണ്ടാത്ത മുദ്രാവാക്യം വിളിച്ചും പരസ്പരം പ്രകോപനം ഉണ്ടാക്കിയതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല.